ഹലോ ഹായ് മൈ വ്യൂവേഴ്സ്, ഞാൻ ദർശന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഗാർഡൻ ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ചെടി വീടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിനു മുന്നേ നിങ്ങൾ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവരുടെ വീട് വന്നിട്ട് റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റോഡിൽ കൂടെ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കും. അത്രയും മനോഹരമായ ഗാർഡനാണ് ഇവർക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഗേറ്റിൻ്റെ പുറത്തായിട്ട് വരിയായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കോമൺ നെയിം വന്നിട്ട് സ്ക്രൂ പൈൻ എന്നാണ് കേട്ടോ. അപ്പോൾ അത് നിറയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവർ. ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത്. അപ്പോൾ അത് രണ്ട് സൈഡിലും ഗേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടും അത് വരിയായി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടയറാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ടയർ ഉണ്ടല്ലോ, ആ ഒരു ടയറിൽ ഫുൾ ഓഫ് ഈ ഒരു 10 മണിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 10 മണിയിൽ നിറയെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഗേറ്റിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ അവരൊരു ആർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആർച്ചാണ് കേട്ടോ. അതിൽ ചെടി പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ടയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഇതിൽ 10 മണി നിറയെ പൂവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സൊന്നും അതിൽ വെച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മതിലിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഒരു കമ്പി വേലിയാണ് കേട്ടോ. ഒരു കമ്പിയാണ് അത് വെച്ചിട്ടുള്ള വേലിയാണുള്ളത്. അതിനൊക്കെ ചേർന്ന് തന്നെ അവരിതുപോലെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടൈപ്പ് മുല്ലയാണ് കേട്ടോ. നിറയെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഒരു വൈറ്റ് കളറായിട്ട്. പിന്നെ അപ്പുറത്തൊക്കെ തെച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആർച്ചിൽ അവർ ഇങ്ങനെ പ്ലാന്റ്സ് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ അധികം ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് പടർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഗേറ്റ് കണ്ടോ, ഗേറ്റിൽ റിയോ പ്ലാന്റ് ഇതുപോലൊരു വെർട്ടിക്കൽ ഗാർഡനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ടും നിറയെ പൂ വിരിയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലിങ്സ് ആണ് നമുക്ക് അനുഭവപ്പെടുക. അത്രയും മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഗേറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്ന, അങ്ങനെ പടർന്ന് പോകുന്ന പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലൊരു വൈറ്റ് ഫ്ലവറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മതിലിൻ്റെ പുറത്തായിട്ടുള്ള ഒരു സൈഡിലുള്ളത് മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിലുള്ളത് ഷൂട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് നിറയെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു റെഡ് കളറിൽ ഫ്ലവർ വരുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ അതിൽ നിറയെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാമാണ് കേട്ടോ. അതൊരു കൂട്ടായിട്ടാണ് നിൽക്കുന്നത്. നന്നായിട്ട് ഹൈറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒട്ടുമിക്ക പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാണാൻ സാധിച്ചത്. ഇത് നമ്മുടെ യൂഫോർബിയയാണ്. ഇതിൽ നിറയെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട്. പൂവ് ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ റോസാണുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഇതുപോലെ വൈറ്റ് കളറായിട്ടുള്ള റോസാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ റോസിലും അതെ കുറച്ച് ഫ്ലവറൊക്കെ ഇതുപോലെ വന്ന് നിൽക്കുന്നുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ. റോസിൻ്റെ അപ്പുറത്ത് വന്നിട്ട് സീനികയാണ് നിൽക്കുന്നത്. ഇതൊരു റോസ് കളറായിട്ടുള്ള മജന്ത കളറിൽ വന്നിട്ടുള്ള സീനികയാണ് കേട്ടോ. അതിലും ഒരുപാട് സീനിക ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തെച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. തെച്ചിയിലും അതേ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, PVC പൈപ്പിൽ ഇതുപോലെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഐഡിയാസൊക്കെ നമുക്ക് PVC പൈപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് വന്നിട്ട് കാശിത്തുമ്പയാണ് കേട്ടോ. ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ള കാശിത്തുമ്പ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടൊന്ന് നോക്കി പോവും, ഇങ്ങനെ ഫ്ലവർ നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ ഞാൻ സെക്കൻഡ് പാർട്ടിലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതിലിങ്ങനെ ഒരു പ്ലാന്റ് ഇങ്ങനെ കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വളർന്ന് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പടർത്തി വിട്ട പ്ലാന്റൊക്കെ മുകളിലോട്ട് അങ്ങ് നന്നായിട്ട് സ്പ്രെഡായി വന്ന് പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിൽ ഫുള്ള് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു 10 മണി ചെടിയാണ് കേട്ടോ. ടേബിൾ റോസ് ആണ്. അപ്പോൾ അതിലിപ്പോൾ ഫ്ലവറൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ.
പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് താഴെ ഫുള്ള് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ മണ്ണിൽ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു ടൈപ്പ് ഓഫ് തെച്ചിയാണ്. ഇതിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ വരുന്ന തെച്ചിയാണ് കേട്ടോ. അതൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് നിറയെ കാശിത്തുമ്പ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. കാശിത്തുമ്പയുടെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഫുള്ള് യൂഫോർബിയയാണ്. യൂഫോർബിയ ഫുള്ളായിട്ട് ഫ്ലവർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഒരുപാട് നമ്മുടെ ഈ ഒരു യൂഫോർബിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ഓഫ് കളേഴ്സും ഉണ്ട് കേട്ടോ. നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അടുത്തേക്ക് അങ്ങ് പോയിട്ട് സൂം ചെയ്തെടുക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ റോസൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഡയറക്റ്റ് മണ്ണിലാണ് കേട്ടോ നട്ടു കൊടുത്തിട്ടുള്ളത്. ഇത് മെലസ്റ്റോമയാണ്. ഇതിൽ ഇപ്പോൾ കുറച്ച് ഫ്ലവറാണ് നിൽക്കുന്നത്. പക്ഷെ ഒരുപാട് മുട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ ഒരുപാട് മുട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലെയാണ് കേട്ടോ. ഇതൊരു ഷേപ്പ് ആക്കിയിട്ട് ഇവർ ഇങ്ങനെ ഈ ഒരു മെക്സിക്കൻ പെറ്റൂണിയ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം തന്നെ പോട്ടിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ അതിൽ ഫുൾ ഓഫ് കവർ ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാന്റ് വന്നിട്ട് എവർഗ്രീൻ ടേർട്ടിൽ വൈൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ സെറ്റായിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് അത്രയ്ക്ക് അങ്ങ് വെയിലടിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്ര ഗ്രീനി ആയിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഇരിക്കുന്നത് കണ്ടില്ലേ, അതിൻ്റെ നെയിം വന്നിട്ട് ഫോയിറ്റിഡ എന്നാണ് കേട്ടോ. അതിലൊരു ഫ്ലവറൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒക്കെ പോട്ടിലാണ് കേട്ടോ. ഇതെല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് നമ്മുടെ ഈ ഒരു ബൊഗൈൻവില്ല പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് കളറും അതുപോലെ പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഫുൾ ഓഫ് നമ്മുടെ ഈ ഒരു യൂഫോർബിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നുണ്ട്. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളറൊക്കെ മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു യൂഫോർബിയ പ്ലാന്റ് ആണ് ഇവിടെ കുറച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കമ്പിയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്ക് അറിയില്ല കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ഹൈറ്റിൽ വന്നിട്ടുണ്ട് ആ ഒരു പ്ലാന്റ്. അതിനിങ്ങനെ കമ്പികൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ആ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫുള്ള് ഈ ഒരു യൂഫോർബിയാണ് കേട്ടോ. നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ഭംഗിയാണെന്ന് അറിയോ. നമ്മളെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അത്രയ്ക്കും അട്രാക്റ്റ് ചെയ്യും നമ്മളെ ഇതിനിങ്ങനെ നേരിട്ട് കാണുമ്പോൾ കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും അതുപോലെ തന്നെ ആ ഒരു കമ്പിക്കുള്ളിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ നന്നായിട്ട് തന്നെ വളർന്ന് സ്പ്രെഡായി നിൽക്കുന്നുണ്ട്. ഇനി നിറയെ പൂ വിരിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ മൊത്തം നമ്മുടെ ഈ ഒരു യൂഫോർബിയ തന്നെയാണ്. എല്ലാം തന്നെ പോട്ടിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം വെൽ അറേഞ്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നല്ല ഹൈറ്റിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിലെല്ലാം തന്നെ നിറയെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടെ റെഡ് കളർ ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറൊക്കെയാണ് കേട്ടോ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. പിന്നെ ഇതെല്ലാം തന്നെ പൂ വിരിഞ്ഞ് കളറൊന്നും വന്നിട്ടില്ല, അതൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറിൽ ഇതെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ എല്ലാം തന്നെ പിന്നിൽ വേലിയുടെ സൈഡിലായിട്ട് ഫുള്ളായിട്ടും നമ്മുടെ സ്ക്രൂ പൈനാണ് കേട്ടോ. ആ ഒരു പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഫുള്ളായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിന്നിൽ തന്നെ ആയിട്ട് ഒരു ലില്ലിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ആ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അതൊക്കെ ഷൂട്ട് ചെയ്തത് അതിലിങ്ങനെ വലിയൊരു പൂവിൻ്റെ മുട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പൂവ് അങ്ങ് വിടർന്നിട്ടില്ല. ആ പിന്നിൽ കാണുന്ന ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അതൊരു ലില്ലിയാണ്. അതിൻ്റെ കറക്റ്റ് നെയിം വന്നിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ യൂഫോർബിയ വെച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു സീനിയൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു പോണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അത് പൈപ്പും അങ്ങനെയുള്ള നമ്മുടെ വേസ്റ്റ് ആയിട്ട് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിലുള്ള ആ ഒരു പ്ലാന്റ് വന്നിട്ട് പോപ്പി ചെടിയാണ് കേട്ടോ. അതിലൊരു ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് യെല്ലോ കളറിൽ വന്നിട്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഈ ഒരു പോപ്പി ചെടിയുടെ. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോണ്ടിൻ്റെ ചുറ്റും റൗണ്ട് ഷേപ്പായിട്ട് നമ്മുടെ 10 മണി ചെടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വൈബ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വന്നിട്ട് ഇതുപോലെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതും നെയിം എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന പ്ലാന്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം വന്നിട്ട് ഫർക്രിയ ഫോയിറ്റിഡ എന്നാണ് കേട്ടോ. ഇതൊരു സെക്കുലൻ്റ് വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ വന്നിട്ട് ഈ കാർപോർച്ചിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമ്മളെ കമ്പി ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടുള്ളതിലെല്ലാം തന്നെ വേർട്ടിക്കൽ ഗാർഡൻ പോലെ നമ്മുടെ ഈ ഒരു
സ്ക്രൂ പൈൻ പ്ലാന്റ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർ പോർച്ചിൻ്റെ മുകളിലോട്ട് വന്നിട്ട് ഫുള്ളായിട്ടും ഒരു മുല്ലയാണ് കേട്ടോ. അത് ആ ഒരു മുല്ലയുടെ ആ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് പടർത്തി കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ ഫ്ലവർ ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്. അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഒരുപാട് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർ പോർച്ചിൻ്റെ ഇപ്പുറത്ത് വന്നിട്ടും ഇതുപോലെ ഒരു പോണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു PVC പൈപ്പാണ് കേട്ടോ. PVC പൈപ്പിൽ നിറയെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലെല്ലാം തന്നെ ഈ ഒരു 10 മണിച്ചെടിയാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിലൊക്കെ നിറയെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പല ടൈപ്പ് കളേഴ്സ് ആയിട്ടുള്ള ടേബിൾ റോസ് ആണ് കേട്ടോ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോണ്ടിൻ്റെ സൈഡിലോട്ട് വന്നിട്ടെല്ലാം തന്നെ ഇതുപോലെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലൊക്കെ ഇതുപോലെ ഒരു കൊറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. 2 കൊറ്റിയുണ്ട്, ഒരു അരയന്നുണ്ട്. അപ്പം അവിടെ ഒരു മാങ്ങാനറിയുടെ പോലുള്ള ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല കേട്ടോ. അതിൽ ഫ്ലവർ അങ്ങനെയാണ് കാണുന്നത്. പോണ്ടിൻ്റെ 2 സൈഡിലും വന്നിട്ട് ഈ ഒരു PVC പൈപ്പിൽ ടേബിൾ റോസ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, മെക്സിക്കൻ പിറ്റോണിയ, അതുപോലെ തന്നെ വാട്ടർമെലൺ ബിഗോണിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് കുറച്ച് ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പോണ്ടിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഈ ഒരു യൂഫോർബിയ ആണ് കേട്ടോ നിൽക്കുന്നത് റെഡ് കളറിൽ. എന്ത് ഭംഗിയായിട്ടാണ് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പോണ്ടിൽ വന്നിട്ട് ഇതുപോലെ വയലറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു ആമ്പലാണ് കേട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പോണ്ടിൻ്റെ സൈഡിൽ ഫുള്ളായിട്ടും ഇതുപോലെ ഗ്രീനി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊരു അരയന്നാണ്. അത് ഈ ഒരു പുല്ലിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പോണ്ടിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ചെണ്ടുമല്ലികളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് PVC പൈപ്പിൽ ഇതുപോലെ തന്നെ ടേബിൾ റോസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഒരു അരളിയുടെ മരമാണ് കേട്ടോ. അപ്പം അതിലും ഫ്ലവറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ വന്നിട്ട് ഒരു നിത്യ കല്യാണിയാണ് കേട്ടോ ഉള്ളത്, വൈറ്റ് കളറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിറയെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ.